بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد فاتقوا الله يا عباد الله السلام عليكم ورحمة الله وبركاته സത്യവിശ്വാസികളായ സഹോദരങ്ങളെ, ആഷിഖ് ബിൻ അബ്ദുൽ അസീസിൻ്റെ ക്ലിപ്പുകൾക്ക് കുബൂരികളെ വെള്ളപൂശാൻ വേണ്ടി ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് 1-2 മാസങ്ങളായി 2 ക്ലാസ്സുകൾ എടുക്കേണ്ടായി. എടപ്പാളിലും അതുപോലെ ഉരവാടാനപ്പള്ളിയിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൽ ആഷിഖ് പറഞ്ഞ കോട്ടിമാറ്റലുകളും വഴികേടുകളും അതിന് റദ്ദ് കൊടുക്കണം എന്ന് പല സഹോദരങ്ങളും ആവശ്യപ്പെടുകയുണ്ടായി. പൊതുവെ നാം പറയുന്ന വിഷയത്തിൽ അതിനോട് എതിരായ ഒരു നിലപാടാണ് ആഷിഖ് സ്വീകരിച്ചിട്ടുള്ളത്. ആഷിഖിനെ പോലെ ആഷിഖിൻ്റെ കൂടെയുള്ള മറ്റു പല ആളുകളും നമ്മുടെ നാട്ടിലെ സൃഷ്ടി ആരാധകരായ, ഖബർ ആരാധകരായ, മരിച്ചവരെ ആരാധിക്കുന്ന മുശ്രിക്കുകളായ, ശിർക്ക് ചെയ്തുകൊണ്ട് സൃഷ്ടികളെ ഇലാഹാക്കിയ ആളുകളെ, സമസ്ത കുബൂരികളെ മുസ്ലിങ്ങളായി തന്നെ പരിഗണിക്കണം, അവരിൽ വ്യക്തിപരമായ ഒരാളെയും അങ്ങനെ പറയാൻ പാടില്ല, മുശ്രിക്കെന്നോ കാഫിറെന്നോ പറയാൻ പാടില്ല എന്ന പച്ചക്കള്ളം അള്ളാഹുവിൻ്റെ ദീനിൽ കെട്ടിച്ചമക്കുന്ന ആളുകളാണ് ഇവരിൽ പലരും. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞ കഷ്ടപ്പാട് മുഴുവൻ ഇവർ കഷ്ടപ്പെടുന്നത്. ക്ലാസ് എടുക്കുന്നതും ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം അതിനു വേണ്ടിയാണല്ലോ. തലയിൽ ലേശം ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും. എന്തായാലും ആഷിഖ് ഈ 2 ക്ലാസ്സുകളിലായിട്ട് ധാരാളം വഴികേടുകളും കോട്ടിമാറ്റലുകളും കള്ളങ്ങളും ഇമാമുകളുടെ പേരിൽ ഇമാമുകൾക്ക് ഇല്ലാത്ത വാദങ്ങളും എല്ലാം കോട്ടിമാറ്റി ജനങ്ങളുടെ ഹൃദയത്തിലോട്ട്, ചെവിയിലോട്ട് ഇട്ട് കൊടുത്ത് ഹൃദയത്തിലോട്ട് കയറ്റി വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ അതിന് റദ്ദ് കൊടുക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ ഇതിൽ ഹക്ക് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിന് ഞാൻ പറയുന്ന റദ്ദോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആഷിഖിന് കൊടുക്കുന്ന റദ്ദോ അല്ല കേൾക്കേണ്ടത്. ഹക്ക് അറിയാൻ അത് അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് തിരിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഒരാൾ ചെയ്യാത്തിടത്തോളം കാലം അയാൾ കുഫ്റിലായി നിലനിൽക്കും. ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിലാണ് ഈ സംസാരം മുഴുവൻ. ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാ, അതിൻ്റെ ശുറൂത്തുകളും അഹ്കാമുകളും അതനുസരിച്ച് ജനങ്ങളോട് എടുക്കേണ്ട നടപടിക്രമങ്ങളും ഇതിലാണ് ഈ വ്യത്യസ്ത അഭിപ്രായം വന്നിട്ടുള്ളത്. ഇതൊന്നും അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് തിരിച്ച് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയം ഇതല്ലാത്തൊരു വിഷയം പോലും അള്ളാഹുവിൻ്റെ കിതാബിലോട്ടും റസൂലിൻ്റെ സുന്നത്തിലോട്ടും തിരിച്ചില്ല എങ്കിൽ അയാൾ കുഫ്റിലായി കാഫിറായി പുറത്തു പോകുന്ന കാര്യമാണ്. അപ്പോൾ മതത്തിലെ ഏറ്റവും വലിയ കാര്യമായ ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയമാണിത്. ഇതൊരാൾ ഇപ്പോഴും ആ പണ്ഡിതൻ പറഞ്ഞത് എന്ത്, ഈ പണ്ഡിതൻ എന്ത് പറഞ്ഞു എന്ന് നോക്കി നടക്കുകയാണെങ്കിൽ അയാൾ സത്യത്തിൽ കുഫ്റിലാണ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം വിഷയം അത്രയും ഗൗരവമുള്ളതാണ്. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് തിരിക്കുക. ഹക്ക് അറിയേണ്ടവർ അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് തിരിക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ഭയപ്പെടുന്നവർ, മരണത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ അള്ളാഹുവിൻ്റെ കിതാബിലോട്ട് മടക്കി അള്ളാഹുവിൻ്റെ കലിമത്തിൽ ഉറച്ചു നിന്ന് അത് ഹക്കായി സ്വീകരിച്ച് നിലപാടെടുക്കുക. ധാരാളം ആളുകൾ കൂടെ ഉണ്ടാവില്ല, പക്ഷേ അതാണ് ഹക്ക്. എന്നിരുന്നാലും നമുക്ക് വീണ്ടും ആഷിഖിൻ്റെ കാര്യത്തിലോട്ട് വരാം. ആഷിഖ് അവിടെ പറഞ്ഞു വെച്ച പല കാര്യങ്ങളുണ്ട്. അതിലാദ്യം ഞാൻ ഒരു ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ലജ്ന ദായിമയുടെ ഫത്വ വായിച്ച് മുഴുവനാക്കാതെ ആഷിഖ് മുങ്ങിപ്പോയി. അപ്പോൾ ആ ഫത്വ സത്യത്തിൽ ആഷിഖിനും ആഷിഖിൻ്റെ കൂടെയുള്ളവർക്കും തന്നെ സ്വയം തക്ഫീർ ചെയ്യപ്പെടാനുള്ള വകുപ്പായി ഒരു ഫത്വ ആഷിഖ് അവിടെ വായിക്കുകയുണ്ടായി. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി നോക്കുക. ആഷിഖിന് കൊടുത്ത ആഷിഖിൻ്റെ കളവുകൾക്കുള്ള ആദ്യത്തെ മറുപടി അതാണ്. അപ്പോൾ അത് കേട്ടവർക്ക് തന്നെ മനസ്സിലാവും ആഷിഖ് എത്രത്തോളം കോട്ടിമാറ്റലുകളാണ് നടത്തിയിട്ടുള്ളത് കുബൂരിയെ മുസ്ലിമാക്കാൻ വേണ്ടി. സത്യത്തിൽ ആ ഫത്വ കുബൂരിയെ മുസ്ലിമാക്കുന്ന ആഷിഖിനെ പോലുള്ള ആളുകൾക്ക് തിരിച്ചടിയാണ് എന്ന് പിന്നെ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അല്ലാഹു ആലം. എന്തായാലും ആഷിഖ് പറഞ്ഞത് തൊടാതെ വീഴുന്ന ആളുകളുണ്ടാകുമ്പോൾ ആഷിഖിന് എന്തും പറയാമല്ലോ. ഇനി നാം ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആഷിഖിൻ്റെ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരാൾ എങ്ങനെയാണ് മുസ്ലിം ആവുന്നത് എന്ന് ഉസാമ റളിയല്ലാഹു അൻഹുയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. ഇത് ആഷിഖ് മാത്രമല്ല, ആഷിഖിനെ പോലെ പല ആളുകളും മറ്റു സംഘടനകളിലുള്ള ആളുകളെല്ലാം പൊതുവെ നമ്മുടെ നാട്ടിലെ കുബൂരികളെ മുസ്ലിമായിട്ട് അംഗീകരിക്കാൻ വേണ്ടി എടുത്തു കൊണ്ടുവരുന്നൊരു ഹദീസാണ്. അതായത് ഉസാമ റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിനിടയ്ക്ക് കാഫിർ മുശ്രിക്കുമായ ഒരാളെ വധിക്കാൻ ഓങ്ങിയപ്പോൾ ആ മുശ്രിക്കായ ആൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു അയാൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിന് ശേഷവും ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ കൊലപ്പെടുത്തി.
അപ്പോൾ ഈ കഥ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെവിയിലെത്തി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസാമയോട് ചോദിച്ചു, യാ ഉസാമ ഖതൽതുഹു ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഉസാമ താങ്കൾ അയാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം വധിച്ചുവോ? അങ്ങനെ 2-3 പ്രാവശ്യം റസൂൽ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഉസാമ റളിയല്ലാഹു അൻഹു റസൂലിനോട് തിരികെ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നമാ കാന മുതഹവ്വിസൻ, അയാൾ ഈ വാളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി, ഇന്നമാ ഖാല ഖൗഫൻ മിനസ് സിലാഹ്, അയാൾ യാ റസൂലല്ലാഹ് അയാൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് എൻ്റെ വാളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ റസൂൽ ചോദിച്ചു, അഫലാ ശകക്ത അൻ ഖൽബി ഹത്താ തഅലമ ഖാല ഹംല, ഉസാമ താങ്കൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് ചൂഴ്ന്നു നോക്കിയോ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണോ എന്ന്. അപ്പോൾ ഈ ഹദീസ് രണ്ട് രീതിയിൽ അതിൽ കൂടുതലും വന്നിട്ടുണ്ട്, വേറെ ഒരു റിവായത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് എടുത്തിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്, കാഫിറും മുശ്രിക്കുമായി അറിയപ്പെട്ടിരുന്ന ഒരാൾ, ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാൾ വന്ന് നമ്മോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അയാളെ നാം മുസ്ലിമായിട്ട് അംഗീകരിക്കണം. ഇത് ആർക്കും എതിരഭിപ്രായമില്ലാത്ത ഒരു കാര്യമാണ്. ഈ ഹദീസ് വായിക്കുന്ന ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുമല്ലോ, ഈ ഹദീസിൽ ഉസാമ റളിയല്ലാഹു അൻഹു വെട്ടാൻ നിന്ന ആ കാഫിർ മുശ്രിക്ക് അയാൾ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആളാണ്. അയാളെ വെട്ടാൻ വാങ്ങിയപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. അതോടുകൂടി ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാൾ നമ്മോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചാൽ അയാളെ നാം മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കണം. കാരണം അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ആളുകളുടെ കൂടെ നടക്കുകയോ മുസ്ലിമാണെന്ന് വാദിക്കുകയോ ചെയ്യാത്ത ഒരാളാണ്. അപ്പോൾ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം ഉസാമ റളിയല്ലാഹു അൻഹു അയാളെ വെട്ടി, അയാൾ മരിച്ചു. വിഷയം റസൂലിൻ്റെ ചെവിയിലെത്തി. റസൂല് ഉസാമ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അഖതൽത ബഅദമാ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ താങ്കൾ വധിച്ചുവോ? അപ്പോൾ ഈ ഹദീസുകൾ എടുത്തിട്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ഈ ഹദീസുകൾ തെളിവാണ് എന്തിന്? ഒരാളെ നമ്മൾ ബാഹ്യം അയാളിൽ നിന്ന് നമുക്ക് എന്താണ് ലാഹിർ അതനുസരിച്ച് അയാളോട് നമ്മൾ നിലപാടെടുക്കണം എന്ന് ഇസ്ലാമിൻ്റെ ഒരു ഉസൂലുകളിൽപ്പെട്ട കാര്യം, ഒരു അസ്ലിയായ കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളിൽ നിന്ന് എന്താണോ നമുക്ക് പുറമെ അയാൾ ബാഹ്യത്തിൽ കാണിച്ചു തരുന്നത് അതനുസരിച്ച് നമ്മൾ നിലപാടെടുക്കണം. ഇപ്പോൾ ഒരാൾ നമുക്ക് തൗഹീദാണ് കാണിച്ചു തരുന്നത് എങ്കിൽ അയാളോട് നമ്മൾ ഒരു മുസ്ലിം എന്നും മുവഹിദും എന്ന ആ രീതിയിലുള്ള നിലപാട് കാണിക്കണം. ഒരാൾ നമ്മോട് ഷിർക്കാണ് കാണിച്ചു തരുന്നതെങ്കിൽ അയാളോട് മുശ്രിക്കിനോടുള്ള നിലപാടെടുക്കണം. വമാ അലൈന ഇല്ലല്ലാഹിർ, നമ്മുടെ മേൽ ഒരാളിൽ നിന്ന് എന്താണോ പ്രകടം അതല്ലാതെ ഇല്ല. ഇത് ദീനിൽ വളരെ അറിയപ്പെട്ട ഒരു കായതയാണ്, ഒരു അസിലാണ്. ഇത് ദീൻ പഠിക്കുന്ന ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന കാര്യമാണ്. ശരീഅത്ത് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ബുദ്ധി കൊണ്ടും കേവല യുക്തി കൊണ്ടും ഒരാൾക്ക് അറിയുന്ന കാര്യവുമാണ്. ഇത് പഠിക്കാൻ ഒരാൾ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതറിയാനോ ഇത് മനസ്സിലാക്കാനോ ദീനിൻ്റെ ശരീഅത്ത് മുഴുവൻ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം കേവല യുക്തിയാണ് എന്ത്? ഒരാളിൽ നിന്നും എന്താണോ നമുക്ക് പ്രകടം അതനുസരിച്ചാണ് നമ്മൾ ഒരാളോട് നിലപാടെടുക്കുക. ഡെയിലി കള്ളുപിടിച്ച് നടക്കുന്ന ഒരുത്തനോട് നമ്മൾ കള്ളുകൂടിയനോട് ഒരു നിലപാടിലെടുക്കുക. അതേസമയം 5 വക്ത് നമസ്കരിച്ച് ഒരു മുവഹിദായി നടക്കുന്ന ഒരാളോട് ആ നിലപാടല്ലേ നമ്മൾ എടുക്കുക. ഇതിലെന്താണ് തെറ്റ്? ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ നടക്കുന്ന ആളുകളോട് ആ രീതിയിൽ നിലപാടെടുക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഷിർക്ക് ചെയ്ത നടക്കുന്ന ആളുകളോടാണെങ്കിൽ അവരോട് മുശ്രിക്കുകളോട് നിലപാടെടുക്കും. എന്താണോ പ്രകടം അതനുസരിച്ചാണ് നിലപാടെടുക്കേണ്ടത്. അപ്പോൾ സത്യത്തിൽ ആഷിഖ് ഈ ഹദീസ് വായിച്ചു, ഈ വിഷയം പറഞ്ഞു. എന്നിട്ട് ആഷിഖ് പറയുന്നത് നമ്മൾ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അയാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാൾ, കാരണം ഈ ഹദീസിലുള്ളത് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ആളാണല്ലോ. ഇത് ആഷിഖ് ഈ ക്ലാസ് എടുത്തത് എല്ലാവർക്കും അറിയാം, ആഷിഖിൻ്റെ കൂട്ടർക്കും അറിയാം, നമുക്കും അറിയാം. ഇത് കേരളത്തിലെ കുബൂരികളെ കാഫിറാക്കുന്ന വിഷയവുമായിട്ട് മുശ്രിക്കും കാഫിറുമായിട്ട് പരിഗണിക്കണം എന്ന വാദത്തിന് അള്ളു വെക്കാനും അതിനെ തടയാനുമാണ് ആഷിഖ് ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ ആഷിഖ് പറയുന്ന കാര്യവുമാണിത്. അപ്പോൾ ഇത് എന്തിനാണ് ആഷിഖ് പറഞ്ഞത് എന്ന് ചോറ് കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഏതൊരാളെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന വാദത്തിനാണ് ആഷിഖ് ഇത് പറഞ്ഞത്. അല്ല എന്നുണ്ടെങ്കിൽ ആഷിഖ് പറഞ്ഞോട്ടെ. ശരി, എന്തിരുന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഒരാളെ ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത
പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ഒരാളെ നാം മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് ഈ ഹദീസിലുണ്ട്. അത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് നമ്മുടെ നാട്ടിലെ കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കാനുള്ളൊരു വാദമാണോ? ഒരിക്കലുമല്ല. ആഷിഖ് ഇത് എന്തിനാണ് അവിടെ പറഞ്ഞത്? അത് നമ്മുടെ നാട്ടിലെ കുബൂരിയെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന വാദത്തിന് വേണ്ടി ആയിരിക്കണം. കാരണം ക്ലാസ് എടുത്തത് അതിനു വേണ്ടിയാണല്ലോ. അത് വിശദീകരിക്കേണ്ടത് ആഷിഖാണ്. ഇത് ആഷിഖ് മാത്രമല്ല, ആഷിഖിനെ പോലെ പല ആളുകളും പറയുന്ന ഹദീസാണ് കുബൂരിയെ മുസ്ലിമാക്കാൻ വേണ്ടി. ഇനി ഈ ഹദീസ് ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ ഈ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിൻ്റെ ഒരു റിയാദ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ ഷുറൂഹിൽ അദ്ദേഹം ഈ ഹദീസ് 2-3 ഹദീസുണ്ട്. ഈ റിവായത്തിൽ വരുന്ന ഇതേ വിഷയം 2 റിവായത്തിലായിട്ട് വരുന്ന ഹദീസുണ്ട്, 2 ഹദീസുകളുണ്ട്. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസുണ്ട്. മറ്റൊരു ഹദീസുണ്ട്. ആ ഹദീസാണിത്. ഏത്? إن الناس كانوا يؤخذون بالوحي في عهد رسول الله صلى الله عليه وسلم وإن الوحي قد انتقطع وإنما نأخذكم الآن بما ظهر لنا من أعمالكم. അപ്പോൾ ഈ ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു സ്ഥിരപ്പെട്ടു വന്ന വേറൊരു റിവായത്തുണ്ട്. അതിൽ ഇന്നന്നാസ കാനു യുഖസൂന ബിൽ വഹി ഫി ഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജനങ്ങളോട് നിലപാടെടുത്തിരുന്നത് വഹീൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. കാരണം റസൂൽ എന്തൊരു നിലപാടാണ് ഒരാളോട് എടുക്കുക, ആ നിലപാടിലായിരുന്നു സ്വഹാബികളുണ്ടായിരുന്നത്. റസൂലിൻ്റെ നിലപാടുകൾ കൂടുതലും വഹി അനുസരിച്ചിട്ടായിരുന്നു. ഇന്നൽ വഹ്യ ഖദ് ഇൻതഖത, വഹി മുറിഞ്ഞുപോയി. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതോടുകൂടി വഹി മുറിഞ്ഞുപോയി. വഇന്നമാ നൗഖുസുകും അൽആന ബിമാ ളഹറ ലനാ മിൻ അമാലിക്കും. ഉമർ റളിയല്ലാഹു പറയുന്നത്, ഇനി നിങ്ങളുടെ പ്രവർത്തികളിൽ എന്താണോ ഞങ്ങൾക്ക് പ്രകടമാവുന്നത് അതനുസരിച്ച് നിങ്ങളോട് നമ്മൾ നിലപാടെടുക്കും. അദ്ദേഹം പറയുന്നത്, ജനങ്ങൾ എന്താണോ നമുക്ക് പ്രകടമായി അവരുടെ പ്രവർത്തനത്തിൽ കാണിച്ചു തരുന്നത് അതനുസരിച്ചിട്ട് നമ്മളൊരാൾ നിലപാടെടുക്കും. ഫമൻ അദ്ഹറ ലനാ ഖൈറൻ ആമിന്നാഹു, ആരാണോ നമുക്ക് നമ്മളോട് ഖൈർ കാണിച്ചിരുന്നത് അയാളെ നമ്മൾ വിശ്വസിക്കും, അയാൾക്ക് നമ്മൾ സുരക്ഷിതത്വം കൊടുക്കും. വഖറബ്നാഹു, അയാളെ നമ്മൾ അടുപ്പിക്കും. വലൈസ ലനാ മിൻ സരീറതിഹി ഷൈഉൻ, അവൻ്റെ രഹസ്യത്തിലുള്ള ഒരു കാര്യവും നമുക്കില്ല. അല്ലാഹു യുഹസിബു ഫി സരീറതിഹി, അള്ളാഹുവാണ് അവൻ്റെ രഹസ്യങ്ങൾക്ക് കണക്ക് നോക്കുന്നവൻ. വമൻ അൽഹറ ലനാ സൂഅൻ ലം തമൻഹു, ആരാണോ നമുക്ക് ചീത്ത കാണിച്ചു തരുന്നത് അയാളെ നമ്മൾ വിശ്വസിക്കൂല, അയാൾക്ക് നമ്മൾ സുരക്ഷിതത്വം കൊടുക്കൂല. വലം നുസദ്ദിഖുഹു, അയാളെ നമ്മൾ സത്യപ്പെടുത്തൂല. വൈൻ കാല ഇന്ന ശരീരത്തഹു ഹസനു, ഇനി അവൻ പറഞ്ഞാലും എൻ്റെ ഉള്ളിലുള്ളത് നല്ല കാര്യങ്ങളാണ്, പുറമെ ഇങ്ങനെ ബാഹ്യത്തിൽ അങ്ങനെ ചീത്തയാണെന്നുള്ളൂ എന്ന് അയാൾ പറഞ്ഞാൽ പോലും നമ്മൾ അയാളെ വിലക്കെടുക്കൂല. എന്താണോ പുറമെ ബാഹ്യത്തിൽ ഒരാൾ നമുക്ക് കാണിച്ചു തരുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഒരാളോട് നിലപാടെടുക്കുക. അത് ഇസ്ലാമിലെ വളരെ അറിയപ്പെട്ട വളരെ ഉസൂലിയായ ഏതൊരു ചെറിയ കുട്ടിക്കും അറിയുന്ന ഒരു കായികയാണ്, ഒരു അസിലാണ്. ജനങ്ങളെ അവരിൽ നിന്നും എന്താണോ പ്രത്യക്ഷമായി പ്രകടമായി നമുക്ക് കാണുന്നത് അതനുസരിച്ചിട്ട് ജനങ്ങളോട് നിലപാടെടുക്കും. ആരാണോ നല്ല ഈമാനോടുകൂടി തൗഹീദോടുകൂടി നിലക്കുന്നത് അയാളെ മുവഹിദും മുസ്ലിമുമായി നമ്മൾ അംഗീകരിക്കും. ആരാണോ നമുക്ക് ഷിർക്കും കുഫ്റും കാണിച്ചു തരുന്നത് അവരെ മുശ്രിക്കും കാഫിറുമായി അവരോട് ആ നിലപാട് നമ്മളെടുക്കും. ഇതാണ് വമാ അലൈന ഇല്ലല്ലാഹിർ, നമ്മളെ മേൽ ജനങ്ങളിൽ നിന്നുള്ള പ്രകടമായ കാര്യങ്ങളല്ലാതെ മറ്റൊന്നുമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഹദീസ്, ആദ്യത്തെ ഹദീസ് ആഷിഖ് ക്ലാസ് പറഞ്ഞിട്ടുള്ളൂ. ആഷിഖ് ക്ലാസ്സിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് നേരത്തെ പറഞ്ഞ പോലെ കുബൂരിയെ വെള്ള തേക്കാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സത്യത്തിൽ ഈ ഹദീസും ആഷിഖിന് നേരെ ഓപ്പോസിറ്റ് എതിരായി വരുന്ന കാശിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. കാരണം ആഷിഖ് ഉദ്ധരിച്ച ഹദീസ് ആഷിഖിന് തന്നെ എതിരായി വരികയാണ്. കാരണം ജനങ്ങളെ അവരുടെ പ്രകടനം എന്താണോ അതനുസരിച്ച് നിലപാടെടുക്കണമെന്ന് പറഞ്ഞാൽ കേരളത്തിലെ സമസ്ത കുബൂരികളിൽ നിന്ന് പ്രകടമായിട്ടുള്ളത് ഷിർക്കാണ്. അപ്പോൾ അവരോട് മുശ്രിക്കിനോടുള്ള കാഫിറിനോടുള്ള നിലപാടല്ല എടുക്കേണ്ടത്. സമസ്ത കുബൂരികൾ എനിക്കും ആഷിഖിനും ആഷിഖിൻ്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം, സമസ്ത കുബൂരികൾ ഇവിടെ നടത്തുന്ന അവരിൽ നിന്ന് പ്രത്യക്ഷമായിട്ടുള്ളത് ഷിർക്കാണ്. അവർ ഷിർക്കിൻ്റെ അഹ്ലുകാരാണെന്നും തൗഹീദിൻ്റെ ശത്രുക്കളാണെന്നും മുവഹിദുകളോട് എതിർ നിൽക്കുന്നവരാണെന്നും തൗഹീദ് അള്ളാഹുവിൻ്റെ ദീനല്ല അത് വഹാബികളുടെ ദീനാണെന്ന് പറയുന്നവരാണെന്നും ഷിർക്ക് അള്ളാഹുവിൻ്റെ ദീനാണെന്നും വാദിക്കുന്ന ആളുകൾ ഈ സമസ്ത കുബൂരികൾ. 2 വിഭാഗവും അതല്ലാത്ത മറ്റു വിഭാഗങ്ങളും. ഇപ്പോൾ സമസ്തക്കാരല്ലാത്ത ഷിർക്ക് കൊണ്ടെടുക്കുന്ന ആളുകളുണ്ടോ അവരും വെളിപ്പെടും, സമസ്തക്കാർ മാത്രമല്ല. അപ്പോൾ ആഷിഖ് ഈ കൊണ്ടുവന്ന ഹദീസ് അനുസരിച്ച് നാം ജനങ്ങളോട് എടുക്കേണ്ട നിലപാട് എന്താണോ അവരിൽ നിന്ന് പ്രത്യക്ഷം അതനുസരിച്ചായിരിക്കണം. അപ്പോൾ സമസ്തക്കാരിൽ നിന്ന് പ്രത്യക്ഷം ഷിർക്കാണ്, അതപ്പോൾ അതനുസരിച്ച് മുശ്രിക്കിനോടെന്നുള്ള നിലപാടെടുക്കണം.
അപ്പോൾ ഈ ഹദീസും ആഷിഖിന് നേരെ എതിരായി വരികയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ആഷിഖ് പറഞ്ഞ പോലെയാണോ ഈ ഹദീസിനെ കുറിച്ച് കുബൂരികളെ വെച്ച് ഈ ഹദീസ് വെളുപ്പിക്കാൻ നോക്കുന്ന ആളുകൾ പല കാലത്തും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടുതലാണ്. ഷെയ്ഖ് ബിൻ ബാസ് റഹിമഹുല്ല ഈ ഹദീസ് വെച്ച് കുബൂരികളെ മുസ്ലിമാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരു ഫത്വ ഞാൻ ഇവിടെ വായിക്കുകയും ചെയ്യും. ഹാഷിഖിൻ്റെ വാദങ്ങൾക്കുള്ളൊരു റദ്ദാണത്. നമുക്ക് ഷെയ്ഖ് ബിൻ ബാസിൻ്റെ ഈ ഫത്വയിലോട്ട് നോക്കാം. ഇത് റിയാദ് സ്വാലിഹീൻ്റെ ഷർഹാണ്. അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നുള്ളതിന് അദ്ദേഹം വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്. ഫഹാദിൽ ഹദീസ്, ഈ 3 ഹദീസുകളും ഹദീസാനി മഅഹു അസർ ഉമർ, 2 ഹദീസുകൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നതാണ്. കുല്ലുഹാ തദുല്ലു അലാ വുജൂബിൽ അഖ്സ് ബിൽ ലവാഹിർ, ഇത് എല്ലാം തെളിവാണ്. എന്ത്? വുജൂബിൽ അഖ്സ് ബിൽ ലവാഹിർ, ജനങ്ങളെ ലോഹിർ അനുസരിച്ച്, പ്രത്യക്ഷം എന്താണോ ജനങ്ങളിൽ നിന്ന് നമുക്ക് കാണപ്പെടുന്നത് അതനുസരിച്ച് ജനങ്ങളെ നമ്മൾ സ്വീകരിക്കണം, അതനുസരിച്ച് അവരോട് നിലപാടെടുക്കണം എന്നുള്ളതിന് തെളിവാണ്, വാജിബാണ് എന്ന് പറയുന്നത്. അമ്മ സറായിർ ഇലല്ലാഹ്, എന്താണോ ജനങ്ങളിൽ നിന്ന് രഹസ്യം അത് അള്ളാഹുവിലോട്ടാണ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയും ഫൽ വാജിബു അലൽ അഹ്ലിൽ ഈമാൻ അൻ യത്തഖുല്ലാഹ് അൻ യുറാഖിബുല്ലാഹ് വ യഖുദു അന്നാസ ബിമാ ളഹറ മിൻ അഅമാലി അമ്മ ഇത്തിഹാമൻ ഫി സറായിറിൻ വഅഖുദു ബിശൈഇൻ ലാ യഅലമൂന ഫഹദ ഇലല്ലാഹ്. അത് അദ്ദേഹം പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ അദ്ദേഹം താക്കീത് ചെയ്യുന്നുണ്ട്, ജനങ്ങളിൽ എന്താണോ പ്രകടമാകുന്നത് അതനുസരിച്ച് നിങ്ങൾ ജനങ്ങളോട് നിലപാടെടുക്കുക, അവരുടെ രഹസ്യങ്ങൾ അള്ളാഹുവിലോട്ട് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയും ഫൽ വാജിബു അൽ ഹമലു ബിൽ ളാഹിറിൽ ഇൻസാൻ, നിർബന്ധമാണ് അൽ ഹമലു ബിൽ ളാഹിറിൽ ഇൻസാൻ, ജനങ്ങളിൽ നിന്നുള്ള ളാഹിർ അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. ഫമാ യദുല്ലു അലൈഹി ശർഉ ഫി ഹഖ്ഖിഹി, അമ്മ ബാത്തിനു, അത് അതിനാണ് ശറയിൽ നിന്നും തെളിവ്. വമ്മ ബാത്തിനുഹു, അവൻ്റെ ഉള്ളിലുള്ളത്, വസരീറത്തുഹു, അവൻ്റെ രഹസ്യങ്ങൾ, ഫഇലല്ലാഹി സുബ്ഹാനഹു വ തആല, അത് അള്ളാഹുവിലോട്ടാണ് പോകുന്നത്. വലിഹാദ തഖദ്ദമ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ റസൂലിൻ്റെ മറ്റൊരു ഹദീസൊക്കെ പറയുന്നുണ്ട്. ഇനി വീണ്ടും താഴോട്ട് വരാം. ഇതിൻ്റെ മെയിൻ നമുക്ക് ആവശ്യമുള്ള വിഷയങ്ങൾ വായിക്കാം. വൽ മഖ്സൂദ്, അപ്പോൾ ഇത് ഹദീസ് പറഞ്ഞിട്ട് വീണ്ടും പറയാണ് വൽ മഖ്സൂദ്, ആഷിഖ് പറഞ്ഞ ഹദീസിനെ കുറിച്ചാണ് ഈ വ്യാഖ്യാനിക്കുന്നത്. ഉസാമ റളിയല്ലാഹു അൻഹു കാഫിറായ ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയാൾ ആദ്യമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന് ശേഷവും അതുവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാളായിരുന്നു ആ കാഫിർ മുശ്രിക്കുമായ മനുഷ്യൻ. ഉസാമ റളിയല്ലാഹു അൻഹു വെട്ടാൻ നിന്നപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു, എന്നിട്ടും വെട്ടി. അപ്പോൾ റസൂൽ ചോദിച്ചു, എന്തിനാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടും വെട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ ആ ഹദീസിനെ വിശദീകരിച്ചിട്ടാണ് ഈ പറയുന്നത്. അത് 2 രീതിയിൽ വന്നിട്ട് 2 ഹദീസും കൊടുത്തിട്ടുണ്ട്. ശേഷം ഞാൻ മുമ്പ് വായിച്ച ഉമർ റളിയല്ലാഹുവിൻ്റെ ഹദീസും ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഈ 3 ഹദീസും തെളിവാണ് ജനങ്ങളെ ലോഹിർ അനുസരിച്ച് സ്വീകരിക്കാൻ പാടുള്ളൂ. എന്നിട്ട് അതിൻ്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് ബിൻ ബാസ് എന്ത് പറഞ്ഞു എന്നുള്ളതാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ആഷിഖ് ബിൻ അബ്ദുൽ അസീസ് പറയുന്നതും ഷെയ്ഖ് ബിൻ ബാസ് പറയുന്നതൊക്കെ ഒന്നാണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ ഇതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ ആഷിഖ് പറയുന്നത് കുബൂരികളെ വെള്ള പൂശി മുസ്ലിമാക്കാനാണ്. ഷെയ്ഖ് പറയുന്നത് എന്താണെന്ന് നോക്കട്ടെ. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താണെന്ന് നോക്കാം. വൽ മഖ്സൂദ്, ലക്ഷ്യമാക്കുന്നത് അന്നമൻ ലാഹിറു കുഫ് സുമ്മ അസ്ലമ യുഖ്ബല ഇസ്ലാമു. അദ്ദേഹം പറയാണ് ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് അന്നമൻ ലാഹിറുൽ കുഫ്ർ, ഒരാളുടെ ലാഹിർ കുഫ്റാണെങ്കിൽ സുമ്മ അസ്ലമ, പിന്നെ അയാൾ മുസ്ലിമായാൽ യുഖ്ബല ഇസ്ലാമുഹു, അയാളുടെ ഇസ്ലാം യുഖ്ബൽ ഇസ്ലാമുഹു, അയാൾ ഇസ്ലാം സ്വീകരിക്കപ്പെടണം. വയുവക്കൽ അമ്രു വസരീറത്തു ഇലല്ലാഹ്, അയാളുടെ മറ്റു കാര്യങ്ങൾ രഹസ്യങ്ങൾ അള്ളാഹുവിലോട്ട് വിടണം. കമാ ഫഅല സാഹിബു ഉസാമ വഗൈറു വഹാകസ മാ ഖാല ഉമർ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതും കാന നാസു യുഖ്ഖദൂന ബിൽ വഹി അലാ അഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ വഹി ഖദ് ഇൻതഖദ വ ഹദീസ് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് വഹാദാ ഹുവൽ വാജിബ്, ഇതാണ് വാജിബ്. എന്താണ് വാജിബ്? മൻ അൽഹറ ശർ അത്തഹമ ബിശ്ശർ, ആരാണോ ചീത്ത നമുക്ക് കാണിച്ചിരുന്നത് അവനെ ആ ചീത്ത വെച്ചിട്ട് സ്വീകരിക്കണം, ആക്ഷേപിക്കണം. അവൻ മോശക്കാരനാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നിലപാടെടുക്കണം. വളന്നു ബിഹി ഷർ, അവനെക്കുറിച്ച് ആ ചീത്ത തന്നെ നമ്മൾ ചിന്തിക്കുകയും വേണം. ചീത്ത ചെയ്ത് നടക്കുന്ന ഒരാളെ കുറിച്ച് നല്ല ചിന്തിക്കേണ്ട ആവശ്യമില്ലാന്ന്, അവൻ ചീത്തയായിട്ട് അവനെ ചീത്തയായിട്ട് തന്നെ കാണണം. അതായത് ഷിർക്ക് കൊണ്ട് നടക്കുന്ന ഒരാളെ പിന്നെ മുസ്ലിമായിട്ട് കാണേണ്ട ആവശ്യമില്ല, അവനെ ഷിർക്കും മുശ്രിക്കുമായിട്ട് തന്നെ കാണണം. വലാ യംബഗിൽ അഅ്തിമാദ അലൈഹി, അവൻ്റെ കാര്യത്തിൽ ഒരു അപ്രൂവൽ കൊടുക്കാൻ പാടില്ല. വലാ തഖ്രീബുഹു, അവനെ അടുപ്പിക്കാൻ പാടില്ല. വലാ യംബഗി സുജ്റഹു വയംബഗി ബൽ യംബഗി സുജ്റഹു വഇബാദു വതസ്കീരിഹി വവഅലുഹു അത്താ യസ്തഖീം. എന്നാൽ അവനോട് ചെയ്യേണ്ടത് എന്താണ്? അവനെ ഒഴിവാക്കണം, അവനെ മാറ്റി നിർത്തണം, അവനെ ദൂരെ വിടണം, അവനെ വിട്ട് പോരണം, അവന് താക്കീത് കൊടുക്കണം, അവൻ നന്നാവുന്നത് വരെ അവന് ഉപദേശം കൊടുക്കണം. വൈകാമത്ത് മയസ്തഹിക്കു മിൻ തഅസീർ ഔ ഹുദൂദിൻ, അവനെ വിട്ടുപോരണം. ഇതൊക്കെ പറഞ്ഞ ശേഷം പറയണേ
അവൻ്റെ മേൽ ശിക്ഷാ നടപടികൾ എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. ഹുദൂദ് ഉണ്ടെങ്കിൽ നടപ്പാക്കുകയും വേണം. ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെന്നുണ്ടെങ്കിൽ ചീത്ത കൊണ്ടു നടക്കുന്ന ഒരാളെ ചീത്ത എന്ന് പറഞ്ഞ് വിട്ടാൽ പോരാ, അവനെ ഒഴിവാക്കണം, അവനെ ഉപദേശം കൊടുക്കണമൊക്കെ ചെയ്യണം. പക്ഷേ അതുപോലെ തന്നെ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിലാണെങ്കിൽ അവന് ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ അത് നടപ്പാക്കുകയും വേണം. മനസ്സിലായോ? അവൻ ഷിർക്ക് കൊണ്ടു നടക്കുന്ന ഒരാളാണെങ്കിൽ അവനെ മുസ്ലിമും മുവാഹിദുമാക്കി ഇങ്ങോട്ട് കൊണ്ടല്ല. അവന് മാറിയില്ല എന്നുണ്ടെങ്കിൽ അവൻ്റെ മേലെ ഹുദൂദ് ഹദ് നടപ്പാക്കണം. എന്താണ് ഹദ് എന്ന് എല്ലാവർക്കും അറിയാം. അമ്മാമൻ അൽ ഖൈർ, അതുപോലെ ആരാണോ നമുക്ക് ഖൈർ പ്രകടമാക്കി തരുന്നത്, ഫഇന്നഹു യസ്തഹിഖു തഹരീം, അവനൊരു ആദരവ് കൊടുക്കണം. വയുഅ്മന ബിഹി, അവന് നമ്മൾ സുരക്ഷിതത്വം കൊടുക്കണം, അവനെ വിശ്വസിക്കണം. അയുസക ബിഹി, അവനെ നമ്മൾ വിശ്വസിക്കണം, അവൻ്റെ മേൽ നമ്മൾ അവനെ നമുക്ക് അടുപ്പിക്കാം, അവനെ നമുക്ക് വിശ്വസിക്കാം. അവൻ യുസ്ജഹ അലാ മാ ളഹറ മിൻഹുൽ ഖൈർ, അവൻ എന്ത് ഖൈറാണോ നമുക്ക് കാണിച്ചിരുന്നത് അതിൽ നമുക്ക് അവനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹദീസ് എല്ലാം ഉദ്ധരിച്ചുകൊണ്ട് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറയുന്നതും ഇതിനു മുമ്പ് എല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. ആരാണോ ഖൈർ കാണിച്ചു തരുന്നത് അവന് ഖൈറായിട്ട് തന്നെ അവൻ്റെ മേൽ നമ്മളൊരു ഖൈർ കൊണ്ടുള്ളത് ഒന്ന് കൊടുക്കണം. ആരാണോ നമുക്ക് ഷെറ് കാണിച്ചു തരുന്നത് അവൻ്റെ മേൽ ഷെറ് കൊണ്ടുള്ളത് ഒന്നെടുക്കണം. പോരാത്തതിന് അവൻ്റെ മേൽ ശിക്ഷാ നടപടി ഉണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് അതിന് താഴെ പറയുകയാണ്. ഈ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ഭാഗം ആഷിക്കിനെ പോലുള്ള, അതല്ലാതെ ആഷിക്കിനെ പോലുള്ള മറ്റുള്ള ആളുകളുണ്ട്, പല ആളുകളുണ്ട് ഈ ഹദീസ് കൊണ്ടുവന്നിട്ട് ആര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അവനെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം, അതുകൊണ്ട് കുബൂരിയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളാണ് അവനെ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. അവർക്കുള്ള റദ്ദ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് ഇനി പറയുന്നതാണ്. ഈ ഹദീസിൻ്റെ ഷർഹിൽ അദ്ദേഹം പറയാണ്, ലാക്കിൻ, എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇതിൻ്റെ അവസാന പാരാഗ്രാഫിൽ കാണാം, ലാക്കിൻ മൻകാന മഅറൂഫൻ ബിശ്ശിർക്ക്, ആരാണോ ഷിർക്ക് കൊണ്ട് അറിയപ്പെട്ടത്, വഇബാദത്തുൽ ഖുബൂർ, ഖബറാരാധന കൊണ്ട് അറിയപ്പെട്ടത്, ഫമാ യൻഫഉ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവന് ഈ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉപകാരപ്പെടില്ല, അത് അവന് ഉപകാരപ്പെടില്ല, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവന് ഉപകാരപ്പെടില്ല. ഇദാ കാന മഅറൂഫൻ ബിശ്ശിർക്ക്, അവൻ ഷിർക്ക് കൊണ്ട് അറിയപ്പെട്ട ആളാണെങ്കിൽ, വതഅല്ലക അലൽ അംവാത്, മരിച്ചവരെ ആരാധിക്കുന്ന അവരായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ആളാണെങ്കിൽ, വൽ ഇസ്തിഗാസത ബിഹിം, അവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളാണെങ്കിൽ, മിസ്ലു മുശ്രിക്കിൽ യൗമ മിൻ ഉബാദിൽ ബദവി, ഇന്നത്തെ മുശ്രിക്കുകളെപ്പോലെ. അദ്ദേഹം പറയാണ്, ആരാണോ ഷിർക്കും ഈ മരിച്ചവരെ ഇസ്തിഗാസ ചെയ്യുന്ന പരിപാടിക്ക് നടക്കുന്നത് അവന് ഈ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കാര്യമൊന്നുമില്ല, അതവന് ഉപകാരപ്പെടില്ല. എന്നിട്ട് അദ്ദേഹം പറയണേ മിസ്ലു മുശ്രിക്കിൽ യൗം, ഇന്നത്തെ മുശ്രിക്കീങ്ങളെപ്പോലെ. എന്നിട്ട് അദ്ദേഹം പറയും എങ്ങനത്തെ ആളുകളെ, മിൻ ഉബാദിൽ ബദവി, ഉബാദിൽ ഹുസൈൻ, ഉബാദിൽ ജീനാരി, വൽ ഉബാദ് ഗൈരി വബി ഹനീഫ ഫിൽ ഇറാഖ് വ മിസ്ർ വ ഹിഷാം ഫി ഗൈരിഹ വബാദ് ബിൻ അറബി വഹൗലായി മാ യൻഫഉ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഷെയ്ഖ് ഇബ്നു ബാസ് പറയണേ ഇന്നത്തെ മുശ്രിക്കുകളെ പോലെ. എന്നിട്ട് ഏതാണ് ഇന്നത്തെ മുശ്രിക്കുകൾ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഉബാദുൽ ബദവിനെ ആരാധിക്കുന്ന, ഉബാദുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരാധിക്കുന്ന, ഉബാദുൽ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനിനെ ആരാധിക്കുന്ന, ഉബാദ് ഗൈറിയും, അവരല്ലാത്ത മറ്റാളുകളെ ആരാധിക്കുന്ന, അബി ഹനീഫ ഫിൽ ഇറാഖ്, അബു ഹനീഫനെ ആരാധിക്കുന്ന, അങ്ങനെ നമ്മുടെ നാട്ടിലെ കുബൂരികളെപ്പോലെ മരിച്ചുപോയ സ്വാലിഹ്യങ്ങളെയും അമ്പിയാക്കളെയും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുൽ ഖാദിർ ജീലാനിനെയൊക്കെ ആരാധിക്കുന്ന ആളുകളെ കുറിച്ച് പറയണേ മുശ്രിക്കിൽ യൗം, ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, ഇന്നത്തെ കാലത്തെ മുശ്രിക്കീങ്ങൾ, അവർക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല, അത് അവർക്ക് ഉപകാരപ്പെടൂല. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ്, ഹാ ഉലാഇ മാ യൻഫഉ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത്തരം ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടൂല. യജിബ് അൻ യുസ്തതാബു മഅൽ ഖുദ്റ, ഈ ആളുകളെ കൊണ്ട് കഴിവുണ്ട് എങ്കിൽ തൗബ ചെയ്യിപ്പിക്കണം. ഫഇൻ താബു വഇല്ലാ ഖുത്ലു, ഒന്നങ്ങായ അവരെ തൗബ ചെയ്യണം, വഇല്ലാ ഖുത്ലു, അതല്ലെങ്കിൽ അവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കണം ഒരു ഇസ്ലാമിക രാഷ്ട്രമാണെങ്കിൽ. വഖൗലുഹും ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സംസാരം, വഹും യഅബുദൂന ഗൈറല്ലാഹ്, അവർ മറ്റുള്ളവർ അല്ലാഹു അല്ലാത്തവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മാ യൻഫഉഹും, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർക്ക് ഉപകാരപ്പെടില്ല. കാരണം അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് മറ്റുള്ള അല്ലാഹു അല്ലാത്ത സൃഷ്ടികൾ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉപകാരപ്പെടില്ല. ലിഅന്നഹും ഖദ് നഖതുഹാ ബിശിർകിഹിം, കാരണം ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവരുടെ ശിർക്ക് കൊണ്ട് അവർ പൊളിച്ചു കളഞ്ഞു. അമാലുൽ ഖബീസ, അവരുടെ മോശപ്പെട്ട പ്രവൃത്തി കൊണ്ടും. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് പിന്നെ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ആളുകൾക്ക് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് ഈ ഹദീസുകൾ അതിൻ്റെ ഷർഹ് തന്നെയാണ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹി പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്ന കുബൂരിയെ മുസ്ലിം ആക്കണം എന്ന വാദമുള്ള പല ആളുകളും ഇവിടെ ഉണ്ട്. അതിനുവേണ്ടി വാദിക്കുന്ന ധാരാളം ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുബൂരികളെ വെള്ള തേക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സിലാണ് ആഷിഖും ഈ ഹദീസ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെയും ലക്ഷ്യം അതായിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് റദ്ദായിക്കൊണ്ട്
സത്യത്തിൽ ഇതിൽ റദ്ദ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കേവല യുക്തിയുള്ള ആൾക്ക് മനസ്സിലാവും ഈ ഹദീസൊന്നും കുബൂരിയെ മുസ്ലിം ആക്കാനുള്ളതല്ല. അത് ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവർ ബാസ് റഹിമുള്ള പറയുകയാണ് ഈ ഹദീസ് കൊണ്ടൊന്നും ഈ നേരത്തെ പറഞ്ഞ ഇതൊന്നും ഈ ഹദീസ് ലാഹിർ ഒരാളെ മുസ്ലിമായിട്ട് പരിഗണിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ എന്നത് ഈ കുബൂരികൾക്ക്, അതായത് ഉബ്ബാദുൽ കുബൂറിന്, ഉബ്ബാദുൽ ഔസാൻ, ബിംബാരാധകരായ ഖബറാരാധകരായ മരിച്ചവരോട് ഇസ്തിഗാസ ചെയ്യുന്ന ആളുകളായ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഹദീസ് ബാധകമല്ല. അവർക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് കാര്യമില്ല. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയാണ് ഫാ ഉബ്ബാദുൽ ഔസാൻ ഉബ്ബാദുൽ അസ്നാം ഉബ്ബാദുൽ കുബൂർ, അതുപോലെ ബിംബാരാധകരും പ്രതിമാരാധകരും ഖബറാരാധകരുമായ ആളുകൾ ഹും കുഫാറു മുശ്രികൂൻ വഇൻ ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൽ മുനാഫിഖീൻ. ഉബ്ബാദൽ കുബൂറുകളും ഉബ്ബാദൽ അസ്നാമും ബിംബാരാധകരും ഖബറാരാധകരുമെല്ലാം അദ്ദേഹം പറയുകയാണ് ഹും കുഫാറും മുശ്രികൂൻ, അവർ കാഫിറുകളാണ്, മുശ്രിക്കുകളാണ്. വഇൻ ഖാലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും കൽ മുനാഫിഖീന ലഅന്നഹും ഖാലൂഹ ബിലിസാൻ, റസൂലിന്റെ കാലത്തുണ്ടായിരുന്ന മുനാഫിക്കുകളെ പോലെ അവർ കാഫിറുകളും മുശ്രിക്കുകളാണ്. അവർ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും വനഖലുഹ ബിൽ ഫിൽ, അതിനെ അവർ പൊളിച്ചു കളഞ്ഞ അവരുടെ പ്രവർത്തനം കൊണ്ട് വലാ തൻഫഉം, അത് അവർക്ക് ഉപകാരപ്പെടില്ല. വലിഹാദ യഖൂലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി, ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് സിദ്ഖൻ മിൻ ഖൽബിഹി തൻ്റെ ഹൃദയത്തിൽ സത്യസന്ധതയോട് കൂടി പറഞ്ഞത് അവന് മാത്രമേ അത് ഉപകാരപ്പെടൂ. അങ്ങനെയുള്ളവർ ഒരിക്കലും ഷിർക്ക് ചെയ്യില്ല. ഹൃദയത്തിൽ സത്യസന്ധതയോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകൾ ഷിർക്ക് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആഷിഖ് ഉദ്ധരിച്ച ഹദീസ് ഒരിക്കലും കുബൂരിയെ മുസ്ലിമാക്കാൻ പറ്റുന്നതൊന്നല്ല. ആ ഹദീസിൽ നിന്നും കിട്ടുക എന്താണ്? ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മോട് പറഞ്ഞ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, നമ്മുടെ മുമ്പിൽ വന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അയാളെ നമ്മൾ മുസ്ലിമായിട്ട് അംഗീകരിക്കണം എന്നേ ഹദീസിൽ നിന്ന് കിട്ടുള്ളൂ. അതല്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് സൃഷ്ടികൾ ആരാധിക്കുന്ന അബൂജഹലിൻ്റെ പിൻഗാമികളായ നമ്മുടെ നാട്ടിലെ കുബൂരികളെ മുസ്ലിമായി അംഗീകരിക്കാൻ ഈ ഹദീസിൽ നിന്ന് യാതൊരു തെളിവും കിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഈ ഹദീസ് തെളിവാക്കുന്നു എങ്കിൽ അവർക്ക് എതിരുള്ള തെളിവാണ് ഈ ഹദീസുകൾ എന്ന് മനസ്സിലാക്കുക. കാരണം ഈ ഹദീസിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? ഈ ഹദീസിൻ്റെ ടെക്സ്റ്റിൽ നിന്നും മത്തിനിൽ നിന്നും അതിൻ്റെ വ്യാഖ്യാനത്തിൽ നിന്നും അതിൻ്റെ അർത്ഥത്തിൽ നിന്നും അഹ്ലുസുന്നയുടെ ഇമാമുകൾ അതിനെ വിശദീകരിച്ചതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്നത് എന്താണ്? ഈ ഹദീസ് തെളിവാണ്. എന്തിന്? അന്നാസ് യഖുസൂന ബിൽ ലവാഹിർ, ജനങ്ങളെ അവരിൽ നിന്നും എന്താണോ പ്രകടമായിട്ടുള്ളത് അതനുസരിച്ച് അവരോട് നിലപാടെടുക്കണം. ശിർക്ക് ചെയ്യുന്നവനാണോ, ശിർക്ക് പ്രകടമാക്കിയവനാണോ, അവനോട് മുശ്രിക്കിനോടും കാഫിറിനോടും എന്ന നിലപാടെടുക്കണം. തൗഹീദ് പ്രകടമാക്കിയവനാണോ, അവനോട് മുവഹിദിനോടും മുസ്ലിമിനോടും എന്ന നിലപാടെടുക്കണം. അപ്പോൾ ഇത് നേരെ ഈ ഹദീസ് വെച്ച് നമ്മൾ നിലപാടെടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ശിർക്ക് ചെയ്യുന്ന കുബൂരികളെ മുശ്രിക്കുകളും കാഫിറുകളുമായിട്ട് തന്നെ നമ്മൾ അവരോട് നിലപാടെടുക്കേണ്ടി വരും. ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് എങ്കിൽ അതിൻ്റെ ഉള്ളിൽ ശരീഅത്തിൽ വരുന്ന ഹുദൂദുകളും അവരോട് നടപ്പാക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിലാക്കുക. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.